ചരിത്രപ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളൽ ഇന്ന് വർണ്ണവൈവിധ്യങ്ങളുടെ അമ്പലപ്പുഴ സംഘവും മേളപ്പെരുമയിൽ ആലങ്ങാട്ട് സംഘവും പേട്ടതുള്ളുന്നതോടെ എരുമേലി ഭക്തിസാന്ദ്രമാകും. അയ്യപ്പ ഭക്തരും വിശ്വാസികളും ഉൾപ്പെടെ പതിനായിരങ്ങളാണ് പേട്ടതുള്ളൽ ദർശിക്കാൻ എരുമേലിയിൽ എത്തുക. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, വിശദാംശങ്ങൾ. ഹരിത, എരുമേലിയും പരിസര പ്രദേശവുമെല്ലാം തന്നെ വളരെ ഭക്തിസാന്ദ്രമായിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. ഒപ്പം വളരെയധികം ചരിത്ര പ്രസിദ്ധമാണ് എരുമേലി പേട്ടതുള്ളലിനുള്ളത്. പേട്ടതുള്ളലിൽ പങ്കെടുക്കുന്ന അമ്പലപ്പുഴ ആലങ്ങാട്ട് സംഘങ്ങൾ എരുമേലിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയാണ് ഇരു സംഘങ്ങളും, അമ്പലപ്പുഴ സംഘവും ആലങ്ങാട്ട് സംഘവും എത്തിച്ചേർന്നത്. ഇതിന് തൊട്ട് മുന്നോടിയായി എരുമേലി വാവര് പള്ളിയിലെ പ്രസിദ്ധമായ ചന്ദനക്കുട മഹോത്സവവും ഇന്നലെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് രാവിലെ ആദ്യം അമ്പലപ്പുഴ സംഘമായിരിക്കും പേട്ടതുള്ളുക. എരുമേലിയിൽ പേട്ടതുള്ളുന്നതിന് വേണ്ടിയുള്ള അമ്പലപ്പുഴ സംഘം അമ്പലപ്പുഴയിൽ നിന്നും പുറപ്പെട്ട് അവർ എരുമേലിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. രാവിലെ 10 മണിയോടുകൂടി തന്നെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി അമ്പലപ്പുഴ സംഘം എരുമേലി ചെറിയ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ചെറിയ ശാസ്താക്ഷേത്രത്തിൽ എത്തിച്ചേരും. അവിടെ വെച്ച് ആചാരപ്രകാരമുള്ള ചടങ്ങുകൾക്ക് ശേഷം ഗജവീരന്മാരുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടുകൂടി വർണ്ണപ്പൊലിമയിൽ അവർ നേരെ വാവര് പള്ളിയിലേക്ക് യാത്ര പുറപ്പെടും. വാവര് പള്ളിയിലെത്തുന്ന അമ്പലപ്പുഴ സംഘത്തെ അവിടെയുള്ള പള്ളിയുടെ പ്രമുഖരായ ആളുകൾ ചേർന്ന് സ്വീകരിക്കും. അതിനുശേഷം ഈ സംഘം ശബരിമല സന്നിധാനത്തേക്ക് പുറപ്പെടും. അതേസമയം ഉച്ചയ്ക്ക് ശേഷമാണ് ആലങ്ങാട്ട് സംഘത്തിൻ്റെ പേട്ടതുള്ളൽ. അവരും എരുമേലി ചെറിയമ്പലത്തിൽ നിന്ന് പേട്ടതുള്ളി വാവര് പള്ളിയിൽ കയറിയില്ല. പകരം എരുമേലി ശാസ്താക്ഷേത്രത്തിന് മുന്നിലെത്തിയതിനു ശേഷം നേരെ ശബരിമല സന്നിധാനത്തേക്ക് പുറപ്പെടുകയാണ് പതിവ്. എരുമേലിയിൽ നിന്ന് പേട്ടതുള്ളുന്ന സംഘങ്ങൾ കരിമല വഴി നേരെ സന്നിധാനത്തേക്ക് പുറപ്പെടും. നാളെ വൈകുന്നേരത്തോടുകൂടി അവർ സന്നിധാനത്ത് എത്തിച്ചേരുമെങ്കിലും മകരവിളക്കിൻ്റെ തലേ ദിവസം പമ്പാസദ്യയും പമ്പവിളക്കും നടത്തിയതിന് പിന്നാലെയായിരിക്കും ശബരിമല ക്ഷേത്രത്തിലേക്ക് അവർ ദർശനത്തിനായി എത്തുക. ഒപ്പം വലിയ തരത്തിലുള്ള തിരക്കാണ് ഇപ്പോൾ എരുമേലിയിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ തന്നെ അനുഭവപ്പെടുന്നത്. ഇന്നലെ ദേവസ്വം മന്ത്രി നേരിട്ടെത്തി അവിടുത്തെ സ്ഥിതിഗതികൾ, ഏത് തരത്തിലുള്ള നിയന്ത്രണങ്ങൾ അനിവാര്യമാണ് തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ദേവസ്വം ബോർഡ് പ്രതിനിധികളുമായി ചർച്ച നടത്തിയിരുന്നു. അതിന് തൊട്ട് പിന്നാലെ നാളെയാണ് പ്രസിദ്ധമായ തിരുവാഭരണ ഘോഷയാത്ര പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നും ശബരിമല സന്നിധാനത്തേക്ക് പുറപ്പെടുക. ഇതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് ഉച്ചപൂജ കഴിഞ്ഞതിന് ശേഷം തിരുവാഭരണ പേടകങ്ങളും വഹിച്ചുകൊണ്ടുള്ള സംഘം പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നും ശബരിമല ക്ഷേത്രത്തിലേക്ക് പുറപ്പെടും. 14-ാം തീയതി, അതായത് മകരവിളക്കം ദിവസം ഉച്ചയോടുകൂടി തന്നെ അത് വലിയാനവട്ടത്ത് എത്തിച്ചേരുകയും പിന്നീട് ആചാരപരമായ വരവേൽപ്പ് നൽകി നേരെ ശബരിമല സന്നിധാനത്തേക്ക് കൊണ്ടുവരികയും ചെയ്യും. ശബരിമല സന്നിധാനവും പരിസരവും എല്ലാം തന്നെ മകരവിളക്കിന് പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയാൻ കഴിയും. സ്പോട്ട് ബുക്കിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. അതേസമയം സാധാരണഗതിയിൽ ശബരിമല മകരവിളക്ക് ദർശിക്കാൻ എത്തുന്ന തീർത്ഥാടകരുടെ സംഘങ്ങൾ പാണ്ടിത്താവളം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പർണ്ണശാലകൾ കെട്ടുന്ന നടപടിക്രമങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. ഇതര സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെയുള്ള നിരവധി പേരാണ് ഇപ്പോൾ ശബരിമലയിൽ മകരവിളക്ക് ദർശനത്തിനായി പത്തനംതിട്ട ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിലായി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഹരിത, ചരിത്രപ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളൽ ഇന്നാണ് വർണ്ണവൈവിധ്യങ്ങളോടെ അമ്പലപ്പുഴ സംഘവും മേളപ്പെരുമയിൽ ആലങ്ങാട്ട് സംഘവും പേട്ടതുള്ളുന്നതോടെ എരുമേലി ഭക്തിസാന്ദ്രമാകും. വിശദാംശങ്ങളാണ് ഡി ബിനോയ് നൽകിയത്.